എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ആത്മീയയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്ത വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അനുബന്ധമായിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് ബ്രഹ്മചര്യവും ലൈംഗികതയും കുറിച്ചാണ്. അപ്പം അതിനെ അനുബന്ധിച്ച് കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുള്ള ചില കമൻറ്റുകളുടെ ആസ്പദമാക്കിയിട്ടാണ് ഞാനിന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ വീഡിയോയിൽ സുഹൃത്തുക്കളെ ചോദിച്ചിട്ടുള്ള സംശയങ്ങളെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം ഇങ്ങനെയാണ്: സർ, ഞാൻ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒത്തിരി വർഷമായി ഞാൻ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും എനിക്ക് ബ്രഹ്മചര്യത്തിൽ അനുഷ്ഠിക്കുമ്പോൾ സ്വപ്നസ്ഖലനം സംഭവിക്കാറുണ്ട്. അപ്പം സ്വപ്നസ്ഖലനം സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെടുമോ? ഇതാണ് സുഹൃത്തിൻ്റെ ജെന്യൂനായിട്ടുള്ള ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒത്തിരി ആളുകൾക്ക് ഉള്ള ഒരു സംശയം ദൂരീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ ഗുരുക്കന്മാരോട് പോലും ചോദിക്കാൻ മടിക്കും. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാം. നമ്മൾ ഒരുപാട് അസംഷൻസും തെറ്റായ ധാരണയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വയ്ക്കുക. അപ്പോൾ ഇതിനെ ഒന്ന് സംശയം ദൂരീകരിക്കുക, നിവാരണം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ഒരു ബൃഹത്തായ വിഷയമാണ്. സർവേശ്വരനായ ഈശ്വരനെ നമ്മൾ സദാ സ്മരിക്കുക, ആ പാതയിലൂടെ സഞ്ചരിക്കുക, ജഗദീശ്വരൻ്റെ പാതയിൽ സദാസമയവും വഴിതെറ്റാതെ സഞ്ചരിക്കുക. ആ പാതയ്ക്ക് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ സഞ്ചരിക്കുന്നതിന് പറയുന്ന പേരാണ് ശരിക്കും ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ചെറിയ ശരീരവുമായി ബന്ധപ്പെട്ട ഒരു ലൈംഗികതയുമായി ചെറിയ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയം അല്ല ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ. അത് വിശാലമായ ബൃഹത്തായ ഒരു വിഷയമാണ്. ആ ബ്രഹ്മചര്യത്തെ ഒരു ചെറിയ സ്വപ്നസ്ഖലനത്തിലൂടെ നഷ്ടപ്പെടുമോ എന്ന് പോലും നമുക്ക് സംശയിക്കുന്നു. അപ്പം അതിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി അതിൽ നിന്ന് ഒരു തടസ്സങ്ങളും തൻ്റെ ഭൗതികമായ ഒന്നും തന്നെ ബാധിക്കാതെ ആ പാതയിലൂടെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ബ്രഹ്മചര്യ എന്ന് പറയാം. ഏത് തന്നെ തടസ്സങ്ങൾ വന്നാൽ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളും ഭൗതികമായ എന്ത് പ്രശ്നങ്ങളും വന്നാലും അതിനെല്ലാം തരണം ചെയ്ത് തട്ടിമാറ്റി പൂർണ്ണമായിട്ടും ആ സ്ട്രെയിറ്റ് ആയിട്ട് ആത്മവിചാരയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരു സത്യാന്വേഷണനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മചര്യം നഷ്ടപ്പെടും എന്ന് ഒരിക്കലും ചിന്തിക്കേണ്ടതില്ല. ബ്രഹ്മചര്യം ഒരു ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒന്നുമല്ല, റിലേറ്റഡ് അല്ല. ബ്രഹ്മത്തിൽ പൂർണ്ണമായിട്ടും നമ്മളെ മനസ്സ് അർപ്പിച്ച് സറണ്ടർ ചെയ്ത് പൂർണ്ണമായിട്ടും സമർപ്പണത്തോടു കൂടി നിൽക്കുക എന്നുള്ളതാണ് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ. എന്നാൽ കൂടി നമുക്ക് ചില കാര്യങ്ങൾ സെക്ഷൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. സ്വപ്നസ്ഖലനം എന്ന് പറഞ്ഞത് ശരീരത്തിന് സംഭവിക്കുന്ന, അതായത് സെക്ഷലി മെച്ചുവേർഡായ ഒരു പുരുഷനിലോ സ്ത്രീയിലോ സംഭവിക്കുന്ന ഒന്നാണ്. സ്വപ്നസ്ഖലനം എന്ന് പറഞ്ഞാൽ സെക്ഷൽ ആയിട്ട് മെച്ചുവറായ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതോടനുബന്ധിച്ച്, അതായത് സെക്സ് ആക്ടിവിറ്റീസിൽ ഇൻ്റർകോഴ്സിലോ അല്ലെങ്കിൽ ലൈംഗികമായി ബന്ധപ്പെടുന്നതിലോ അല്ലെങ്കിൽ സ്വയംഭോഗം അങ്ങനെയുള്ള ഏർപ്പെടുന്നതിലോ നിർത്തി വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉറക്കത്തിൽ സംഭവിക്കുന്ന രതിമൂർച്ചയ്ക്കാണ് നമ്മൾ സ്വപ്നസ്ഖലനം എന്ന് പറയാം. അതിന് ഇംഗ്ലീഷിൽ നൈറ്റ് ഫോൾന്നോ നൈറ്റ് എമിഷൻസോ എന്ന് പറയും. അതായത് പ്രായപൂർത്തിയായ ഒരു പുരുഷനിൽ, സാധാരണഗതിയിൽ പുരുഷന്മാരെ കുറിച്ചിട്ടാണ് നമ്മൾ സ്വപ്നസ്ഖലനത്തെ കുറിച്ച് പറയുക. സ്ത്രീയിലും സ്വപ്നസ്ഖലനം സംഭവിക്കും, പക്ഷെ
അതിൻ്റെ പ്രകടമായ രീതിയിൽ അനുഭവം ഉണ്ടാവില്ല എന്ന് പറയും. പുരുഷനിലാകുമ്പോൾ സ്വപ്നസ്ഖലനത്തിലൂടെ അവരുടെ സെമൻ പുറത്തേക്ക് പോയി എമിഷൻസ് കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കുന്നത് സാധാരണഗതിയിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ വ്രതമെടുത്ത് പൂർണ്ണമായിട്ടും ലൈംഗിക ചിന്തയിൽ നിന്നും ലൈംഗികമായ കാര്യങ്ങളിൽ നിന്നും എല്ലാം വിട്ടുനിന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഈ നൈറ്റ് ഫോൾ സംഭവിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് മാനസികമായ വിഷമം ഉണ്ടാവും. കാരണം ഇതെന്താണ് സംഭവിക്കുന്നത്, ഞാൻ പൂർണ്ണമായിട്ടും ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നതാണല്ലോ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു, എൻ്റെ ബ്രഹ്മചര്യം ഇതോടുകൂടി നഷ്ടപ്പെട്ടു പോയോ എന്നൽപ്പം പലപ്പോഴും നമ്മൾ സംശയിക്കാം, സ്വാഭാവികമാണ്. അതായത് ശരിക്കും ഈ നൈറ്റ് ഫോൾ സംഭവിക്കുന്നത് അല്ലെങ്കിൽ സ്വപ്നസ്ഖലനം സംഭവിക്കുന്നത് പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്ററോൺ ആണ് സെക്ഷൽ ഹോർമോൺ എന്ന് പറയാം. ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കുമ്പം സാധാരണ രീതിയിൽ കൗമാരപ്രായം യൗവന കാലഘട്ടത്തിൽ ഇത് സെമൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ചയോ നമ്മൾ സെക്ഷൽ ആക്ടിവിറ്റീസിലോ അല്ലെങ്കിൽ മസ്റ്റർബേഷനോ സ്വയംഭോഗത്തിലോ ഏർപ്പെടുന്നില്ലെങ്കിൽ പൂർണ്ണമായിട്ടും അത് അവിടെ സ്റ്റോർ ചെയ്ത് നിൽക്കുകയായിരിക്കുക. അപ്പോൾ സ്റ്റോർ ചെയ്തത് സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് അത് പുറത്തള്ളാൻ വേണ്ടിയിട്ട് ശരീരം എടുക്കുന്ന ഒരു സേഫ്റ്റി മെക്കാനിസമാണ് ഈ സ്വപ്നസ്ഖലനം എന്ന് പറയാം. അത് ശരീരത്തിൻ്റെ തന്നെ ഒരു പ്രോഗ്രാംഡ് സിസ്റ്റമാണ്. അതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു നഷ്ടവും ആർക്കും ഒന്നും സംഭവിക്കില്ല. സാധാരണഗതിയിൽ നമ്മുടെ ഈ കൗമാര കാലഘട്ടത്തിൽ പലപ്പോഴും കുട്ടികൾ തെറ്റിദ്ധരിക്കുന്ന ഒരു വിഷയം കൂടിയാണത്. കാരണം ഇത് ആരും അവർ കൂട്ടുകാർക്കിടയിൽ ചർച്ച ചെയ്തിട്ട് ഇങ്ങനെ സംഭവിച്ചു, എന്തോ സംഭവിക്കുമോ, ഇത് എൻ്റെ ശരീരത്തിനുള്ള ഫലക്കുറവാണോ ശേഷിക്കുറവാണോ, ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കും. പലപ്പോഴും ഇത് പറഞ്ഞു കൊടുക്കാൻ ആളുകൾ സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. അവരുടെ പക്വമായ ഇമ്മച്വർ ആയിട്ടുള്ള അറിവുകളായിരിക്കും, ശാസ്ത്രീയമായ അറിവുകളൊന്നും ഇതിന് ഉണ്ടാവില്ല. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്ന അറിവ് വെച്ചിട്ടാണ് ഇവരുടെ ധാരണ ഉണ്ടാവുക. സാധാരണഗതിയിൽ 2 ആഴ്ച മുതൽ ഒരു 30 ദിവസമൊക്കെ നമ്മുടെ ഈ സെക്ഷൽ ഇൻ്റർകോഴ്സിലോ അല്ലെങ്കിൽ മാസ്റ്റർബേഷനോ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നോർമലി ഒരു പുരുഷൻ്റെ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചത് അവിടെ കിടക്കും, സ്റ്റോർ ആയിട്ട് കിടക്കും. ആ സ്റ്റോർ ചെയ്ത് പുറന്തള്ളണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനെപ്പറ്റി ചിന്തയുണ്ടാവില്ല. അതേസമയം സാധാരണഗതിയിൽ മനുഷ്യൻ നോർമലായിട്ട് ഭൗതികമായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിൽ ലൈംഗികമായ ബന്ധത്തിൽ വിവാഹം കഴിച്ചവരാണെങ്കിൽ ലൈംഗിക ബന്ധത്തിലും മറ്റും അത് പുറന്തള്ളപ്പെടും. അല്ലെങ്കിൽ അവിവാഹിതനാണെങ്കിൽ പോലും അയാൾ സ്വയംഭോഗത്തിലൂടെ മാസ്റ്റർബേഷനിലൂടെ പുറന്തള്ളപ്പെടും. എന്നാൽ ബ്രഹ്മചാരികളായിട്ട് ജീവിക്കുന്ന സന്യാസികളായിട്ട് ബ്രഹ്മചാരികളായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ നൈറ്റ് ഫോളോ. പക്ഷെ അതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ തെറ്റുമില്ല. ഇനിയിപ്പോൾ അതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്രഹ്മചാരികളിൽ ഇപ്പം നമ്മളിപ്പോൾ ഇനി സെക്ഷൽ ഡിസയർ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ നമ്മളിൽ വാസനകൾ നിലനിൽക്കും. ബ്രഹ്മചാരികളാണെങ്കിലും അവരിൽ അനേക കോടി വർഷങ്ങളിലൂടെ കടന്നു വന്നൊരു ജീവനായിരിക്കും അത്. അപ്പം ഈ ശരീരം എന്ന് പറയുന്നത് നമ്മൾ തൽക്കാലം നേരം കടമെടുത്തിട്ടുണ്ട്. ആ ശരീരത്തിൽ ഒരുപാട് വാസനകൾ കൂടിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടാവുക. അതിൽ ഒരുപാട് സെക്ഷൽ ഡിസയറും ഉണ്ടാവും. ഇനിയിപ്പോൾ ഈ ജന്മത്തിൽ തന്നെ നമ്മൾ സ്വായത്തമാക്കിയ കൗമാര കാലഘട്ടത്തിലും യൗവന കാലഘട്ടത്തിലൊക്കെ നമ്മൾ ചിന്തിച്ചു കൂട്ടിയിട്ടുള്ള സെക്ഷൽ ഡിസയർ ഒക്കെ അക്യുമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ നമ്മുടെ DNA കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മുടെ ചിന്തയായിട്ടും സ്വപ്നങ്ങളായിട്ടും വരും. അപ്പോൾ നമ്മൾ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവില്ല, നമ്മളൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല, ലൈംഗികമായിട്ടോ ഒരു ചിന്തയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈശ്വര ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കുറേ ചിന്തകൾ ഉണ്ടാവും. അതായത് നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിലും കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ നമ്മൾ സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ കാലം ജീവിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ ആഗ്രഹിച്ച സ്ത്രീകളുണ്ടാവാം, ആഗ്രഹിച്ച പുരുഷന്മാരുണ്ടാവാം, അവരെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുള്ള ആരും അറിയാത്ത രഹസ്യമായിട്ട് ചിന്തകൾ ഉണ്ടാവാം. ഇതൊക്കെ സ്വപ്നമായിട്ട് മാറും. അപ്പോൾ രാത്രിയിൽ നമ്മൾ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ സെക്സിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ
ഒന്നും ചിന്തിക്കുന്നില്ല. പക്ഷെ സാധാരണഗതിയിൽ ഈ ചിന്തയില്ലെങ്കിൽ പോലും സ്വപ്നത്തിൽ ഇത് നമ്മൾ ഈ സെമൻ അവിടെ സ്റ്റോർ ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് അത് പുറന്തള്ളാൻ വേണ്ടി സ്വപ്നം വരും. അത് സെക്ഷൽ സ്വപ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പുരുഷന് ഉത്തേജനം ഉണ്ടാവുകയും അവൻ്റെ ലൈംഗിക ഉത്തേജനം സംഭവിച്ച് അത് പുറത്തേക്ക് എമിറ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് സെപ്റ്റസ്കലനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിലൂടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ ശാസ്ത്രീയമായിട്ട് നമ്മൾ ബ്രഹ്മചാരിയെ കുറിച്ചിട്ട് അതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് ചിന്തിക്കാം. സാധാരണഗതിയിൽ ഹഠയോഗയിൽ പറയുക ബിന്ദു വിസർഗത്തിൽ നിന്നാണ് ബിന്ദു നഷ്ടപ്പെടുന്നത്. ബിന്ദു എന്ന് പറഞ്ഞാൽ സെമന്റെ അതിന്റെ കണ്ടന്റ് ആണ്. സെമന്റെ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ഫോമിനെയാണ് നമ്മൾ ബിന്ദു എന്ന് പറയാം. ബിന്ദു വിസർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ബ്രാഹ്മിൺസ് പിന്നെ ബാക്കിൽ ഒരു നമ്മുടെ തലയുടെ പിന്നിൽ ഒരു മുടി ചെറിയ കുറഞ്ഞ ഭാഗം മുടി വെക്കുന്നത് കണ്ടില്ലേ? ആ ഭാഗത്താണ് ഈ ബിന്ദു വിസർഗം നിൽക്കുന്നത്. ആ ബിന്ദു വിസർഗത്തിൽ നിന്ന് ശരിക്കും സ്പൈനൽ കോഡ് വഴിയാണ് ശരിക്കും ബിന്ദു വിസർഗത്തിൽ നിന്ന് ബിന്ദു നഷ്ടപ്പെടുന്നത്. സെമൻ അതായത് ഒരു കുഞ്ഞിന് സൃഷ്ടിക്ക് കാരണമാകുന്നതിനെയാണ് നമ്മൾ സെമൻ ബിന്ദു എന്ന് പറയാം. അപ്പൊ അത് ശരിക്കും പറഞ്ഞാല് ഹഠയോഗിൽ പറയുന്നത് നമ്മളൊരു ലൈംഗികമായ ഉത്തേജനം സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് സ്പൈനൽ കോഡ് പോയി നമ്മുടെ ടെസ്റ്റിക്കിൾസ് അല്ലെങ്കിൽ നമ്മുടെ വൃഷ്ണത്തിലേക്ക് എത്തി അത് പൂർണ്ണമായിട്ടും സെക്ഷൽ ഇന്റർകോഴ്സിലൂടെയോ മസ്റ്റുർബേഷനിലൂടെയോ പുറത്തേക്ക് വരും. പക്ഷെ ഇത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ കോൺഷ്യസ് ലെവൽ താഴും. അതായത് എനർജി ലെവൽ താഴ്ന്നു, നമ്മളെ കോൺഷ്യസ് ലെവൽ താഴ്ന്നു പോകും. അതുകൊണ്ടാണ് ഇത് പ്രിസർവ് ചെയ്യണം എന്ന് പറയുന്നത്. ബിന്ദുവിനെ പ്രിസർവ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പം ബിന്ദു പ്രിസർവ് ചെയ്യുന്നത് എങ്ങനെ? ഹഠയോഗിൽ പറഞ്ഞാൽ വിപരീത കരണി മുദ്ര അല്ലെങ്കിൽ കേച്ചേരി മുദ്ര എന്നൊക്കെ പറയും. വിപരീത കരണി മുദ്ര എന്നാൽ സർവാംഗാസനം കേട്ടിട്ടുണ്ടാവുമല്ലോ. സർവാംഗാസനത്തിൽ നമ്മൾ ഈ താടി നെഞ്ഞിൽ തൊടാത്ത രീതിയിൽ ചെയ്യുന്ന തല കീഴായി നിൽക്കുക. ശീർഷാസനം പോലെ തന്നെ തല കീഴായി. പക്ഷെ ശീർഷാസനത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് തല താഴ്ത്തി വെക്കും. എന്നാൽ ഈ വിപരീത കരണി മുദ്രയിൽ നമ്മൾ ശരിക്കും കഴുത്ത് മാത്രമേ ചരിച്ചു വെക്കും. ബോഡി നമ്മൾ കാല് മേലേക്ക് ഉയർത്തി രണ്ട് കൈകളും പിന്നിലേക്ക് വെച്ച് നിൽക്കുന്ന ഒരു മുദ്രയാണത്. അതിൽ ഈ എനർജി ശരിക്കും പറഞ്ഞാൽ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ബിന്ദു വിസർഗത്തിൽ നിന്ന് ബിന്ദു സ്റ്റാർട്ട് ചെയ്താൽ ലലന ചക്രത്തിൽ വരെ എത്തുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് വിപരീത കരണി മുദ്ര ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ബിന്ദു നഷ്ടപ്പെടില്ല. അത് വിശുദ്ധിയിൽ എത്തിയിട്ട് പ്യൂരിഫൈ ചെയ്യും, അല്ലെങ്കിൽ പ്യുവറായിട്ട് അവിടെ സ്റ്റോർ ചെയ്യും, വിശുദ്ധ ചക്രത്തിൽ സ്റ്റോർ ചെയ്യും. എന്നാൽ സാധാരണഗതിയിൽ നമ്മളൊരു ഭൗതികനെ സംബന്ധിച്ചിടത്തോളം ഈ ബിന്ദു താഴേക്ക് പതിച്ചു, അതായത് സെക്ഷൽ ഇന്റർകോഴ്സിലോ മാസ്റ്റർബേഷനോ ചെയ്യുമ്പം അത് സെമനിലൂടെ പുറത്തേക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാള് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അതായത് ബിന്ദു വിസർഗത്തിൽ നിന്ന് ബിന്ദു നഷ്ടപ്പെടില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അതായത് യോഗ ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ മതിയും ഈ ഞാൻ പറഞ്ഞ വിപരീത കരണി മുദ്രയും അതുപോലെ പിന്നെ കേച്ചേരി മുദ്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുനാക്ക് ഈ നാവ് എടുത്തിട്ട് ചെറുനാക്കിൽ തൊടുന്ന ഒരു ക്രിയയാണ്, ഒരു മുദ്രയാണ്. അപ്പൊ ഇങ്ങനെയുള്ള മുദ്രകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബിന്ദു എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ കുറിച്ചുകൂടി പറയാം. ഈ ബിന്ദു എന്ന് പറഞ്ഞാൽ അമൃതാണ്, മരണം ഇല്ലാതാക്കുന്ന സംഭവമാണ് ബിന്ദു എന്ന് പറയുന്നത്. അതായത് ബിന്ദു വിസർഗത്തിൽ നിന്ന് അതായത് ബിന്ദു വിസർഗം നിൽക്കുന്നത് നമ്മളെ സഹസ്രാര ചക്രത്തിന്റെയും ആജ്ഞാചക്രത്തിന്റെ ഇടയിലാണ്. നമ്മളിവിടെ പറയും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പിൻവശത്താണ് അത് നിൽക്കുന്നത്. അവിടുന്ന് സ്പൈനൽ കോഡ് വഴിയാണ് ഈ എനർജി താഴേക്ക് അല്ലെങ്കിൽ ആ ബിന്ദു താഴേക്ക് പതിക്കുന്നത്. അത് സാധാരണഗതിയിൽ പതിക്കുന്നത് വെച്ചാൽ നമ്മളൊരു സെക്ഷൽ ഇന്റർകോഴ്സിൽ ഇടപെടുമ്പോൾ അത് നമ്മുടെ മണിപ്പൂര ചക്രത്തിൽ വന്ന് കത്തി നശിച്ചു പോകും. അതേസമയത്ത് ഒരു യോഗീനെ സംബന്ധിച്ചിടത്തോളം അയാള് അത് ഊർധഗതിയിലാണ് സഞ്ചരിക്കുക, മേലേക്കാണ് അത് സഞ്ചരിക്കുക. അത് സഹസ്രാരത്തിലേക്കും പിന്നെ ഇവിടെ ഇനി മാക്സിമം വന്നു കഴിഞ്ഞാൽ എലനർ ചക്രത്തിൽ വരെ എത്തുകയുള്ളൂ. അവിടെ എത്തിയിട്ട് അത് പ്യൂരിഫൈ ചെയ്തിട്ട് അത് എനർജി മേലേക്കായിട്ട് ഡിവൈൻ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് മേലേക്ക് വരും.
ഇതൊക്കെ ഞാൻ പറയുന്നത് ബ്രഹ്മചാരികളെ കുറിച്ചിട്ട് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണഗതിയിലെ ആളുകൾക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ സംസാരിക്കുമ്പോൾ മനസ്സിലായതോളൊന്നും വരില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാല് നമ്മളുടെ അമൃത്, അതായത് ഒരു ജ്ഞാനിയായി മാറാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള അമൃത് എന്ന് പറയുന്നത് ബിന്ദുവാണ്. ബിന്ദു ഒരേ സമയത്ത് അത് അമൃതുമാണ്, പോയ്സനാണ്. മനസ്സിലായില്ലേ? പോയ്സൺ ആവുന്നത് എപ്പോഴാണ്? നമ്മൾ അത് താഴേക്ക് പതിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഭൗതികമായി ഡിഫോൾ ആവും. നമ്മുടെ മനസ്സ് താഴേക്ക് പതിക്കും. അപ്പൊ അത് മേലേക്ക് ഉയരണമെങ്കിൽ നമ്മൾ യോഗയിലൂടെ, നമ്മുടെ പ്രാണായാമത്തിലൂടെയൊക്കെ അത് മേലേക്ക് കയറ്റാം. പ്രാണായാമം ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. എല്ലാവരും പ്രാണായാമം ചെയ്യാൻ, ഈ ചോദ്യം ചോദിച്ച ആളുകളും അതുപോലെ ഇത് കേൾക്കുന്ന ആളുകളും പ്രാണായാമം നിർബന്ധമായിട്ട് ചെയ്യാം. പിന്നെ ഈ ഞാൻ പറയുന്ന ആസന മുദ്രകൾ, ഖേച്ചേരി മുദ്രകളോ അല്ലെങ്കിൽ വിപരീത കരണി മുദ്രയോ ഒക്കെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ പൂർണ്ണമായിട്ടും ഒരിക്കലും നിങ്ങളുടെ സ്വപ്നസ്ഖലനം, ഇനി സ്വപ്നസ്ഖലനം സംഭവിച്ചാൽ ഒന്നും നഷ്ടപ്പെടില്ല. അപ്പൊ സ്വപ്നസ്ഖലനത്തിലൂടെ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വീഡിയോയിൽ ദീർഘമായ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ സ്വപ്നസ്ഖലനം വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ ലൈംഗികമായ ചിന്തകളും ഒക്കെ ഉണ്ടായിരുന്നു, വാസനകളും ഉണ്ട്. അത് പൂർണ്ണമായിട്ടും ഇല്ലാതാവുമ്പോൾ മാത്രമേ നമ്മൾ സെക്ഷൽ സ്വപ്നങ്ങൾ, ലൈംഗികമായ സ്വപ്നങ്ങൾ കാണാതാവുള്ളൂ. അതുവരെ നമ്മളിൽ ഉള്ളിൽ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ വരികയും നമ്മൾ സ്വപ്നസ്ഖലനം സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ വാസനകൾ കുറച്ച് ചിത്തശുദ്ധി വരുത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ ബ്രഹ്മചര്യം സംഭവിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക ചെയ്യുന്നത്. യഥാർത്ഥ ബ്രഹ്മചര്യം സംഭവിക്കണമെങ്കിൽ ഈ പൂർണ്ണമായിട്ടും ഈ എനർജിയൊക്കെ ട്രാൻസ്ഫോം ആയിട്ട് ലൈംഗിക ഊർജം പൂർണ്ണമായിട്ടും മേലേക്ക് ഉയരണം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ. അതായത് നമ്മുടെ ബിന്ദു എന്ന് പറഞ്ഞത് ശിവം, പിന്നെ സെമൻ താഴേക്ക് പതിച്ച് അത് മൂലധാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ മൂലധാരത്തിലാണ് നിൽക്കുന്ന ശക്തി എന്ന് പറയുന്നത്. അപ്പൊ കുണ്ടലിനി ശക്തി ശരിക്കും പറഞ്ഞാൽ മേലേക്ക് ഉയരണമെങ്കിൽ നമ്മൾ പ്രാണായാമം പോലുള്ള ക്രിയകളൊക്കെ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും മൂലാധാരത്തിൽ നിന്ന് സ്വാധിഷ്ഠാനത്തിലേക്കും, സ്വാധിഷ്ഠാനത്തിൽ നിന്ന് മണിപ്പുരത്തിലേക്കും, മണിപ്പുരത്തിൽ നിന്ന് അനാഹത, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം എന്ന രീതിയിൽ മേലേക്ക് വരും. ഇങ്ങനെ ഡെയിലി നമ്മൾ പ്രാണായാമങ്ങളും നമ്മുടെ ബ്രഹ്മചര്യത്തിന്റെ ഭാഗമായിട്ടുള്ള യമനിയമങ്ങളൊക്കെ പാലിക്കുമ്പം നമുക്ക് സ്വാഭാവികമായിട്ടും എനർജി ട്രാൻസ്ഫോം ആയിട്ട് മേലേക്ക് ഉയരും. അപ്പം മേലെ വരുമ്പോൾ ഒരിക്കലും നമ്മുടെ ബിന്ദു നഷ്ടപ്പെടില്ല, പൂർണ്ണമായിട്ട് അത് മേലേക്ക് പോവുള്ളൂ. സ്വപ്നസ്ഖലനത്തിലൂടെയോ ഇനി കഴിയുന്നതും ഇപ്പം ബ്രഹ്മചാരി എന്ന് പറയുമ്പോൾ നമ്മൾ അവർ ലൈംഗിക ബന്ധ കാര്യങ്ങൾ ഉണ്ടാവില്ലല്ലോ. അപ്പം ബ്രഹ്മചര്യം പൂർണ്ണമായിട്ട് അനുഷ്ഠിക്കാൻ, നൈഷ്ഠിക ബ്രഹ്മചര്യക്ക് അനുഷ്ഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികതയെ കുറിച്ച് പറയണ്ട. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പേടി വേണ്ട. സ്വപ്നസ്ഖലനത്തിലൂടെ തൻ്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെടും എന്ന ചിന്ത വേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എന്നെ കേട്ട് ശ്രവിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.